പേസ്റ്റൽ കളർ പാലറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അത് ഒരു ഡ്യുവൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. മുകൾ ഭാഗം വരുമ്പോൾ ലൈറ്റ് ടോൺ വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണിലോട്ട് വരുന്നുണ്ട്. നല്ല പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി കേട്ടോ. അപ്പോൾ പോർഷൻ ഒരു പീച്ചിഷ് പിങ്ക് ആണ് മുകൾ ഭാഗം വരുന്നത്. താഴോട്ട് വരുമ്പം അത് കുറച്ചുകൂടി ഒരു ഡാർക്ക് പിങ്കിലോട്ട് വരുന്നുണ്ട്. വിത്ത് സിമ്പിൾ ബോർഡർ ആണ്, റിബൺ ബോർഡർ ആണ് അപ്പർ പോർഷനിൽ വരുന്നത്. ലോവറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ്. ഫ്ലോറൽ പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും സാരി വരുന്നത്. നമ്മളൊരു ആപ്ലിക് വർക്കിന്റെ ഒരു ഫിനിഷിലാണ് സാരി വന്നിരിക്കുന്നത്. എഡ്ജ് വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ഇതിനും ഒരു പ്രിന്റഡ് പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സാരിയുടെ ഫാബ്രിക് വരുന്നത് ലിനൻ ആണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. ഡാർക്ക് പിങ്കിൽ ലോവർ ഏരിയയിൽ വരുന്ന ഒരു ഡാർക്ക് പിങ്ക് ടോണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ലിനൻ ആയതുകൊണ്ട് തന്നെ ഫാബ്രിക് വൈസ് വരെ പറയുകയാണെങ്കിൽ ലിനൻ ആണ്. വളരെ കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. നല്ല സോഫ്റ്റ് പേസ്റ്റൽ കളർ പാലറ്റിലാണ് സാരീസ് വന്നിരിക്കുന്നത്. ഈ സാരി വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിന്റെ തന്നെ ലൈറ്റർ ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ ഫുൾ ബോഡി ആപ്ലിക്കോക്കിലാണ് സാരി. ഫ്ലോറൽ ആപ്ലിക്കോക്കിലായിരിക്കും ആ ഒരു ലോവർ ഏരിയ വരിക. മുകൾ ഭാഗം വരുമ്പോൾ റിബൺ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വരും സാരി. ആ ഒരു ആപ്ലിക്കോക്കിന്റെ മോട്ടീവ്സ് എല്ലാ സാരിയുടെയും ബോഡിയിൽ വരുന്നുണ്ട്. ലോവറിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും ആ ഒരു ജാൽ പാറ്റേണിൽ ആപ്ലിക്കോക്ക് വരുന്നുണ്ട്. മുന്താണി റണ്ണിങ് പല്ലു ആ ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും. സാരിയുടെ ആ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പ് പാറ്റേണിൽ തന്നെയായിരിക്കും. മുന്താനിയുടെ എഡ്ജ് വരുമ്പോഴും അതേ സ്കാലപ്പിൽ തന്നെയായിരിക്കും വരുന്നത് വിത്ത് പ്രിന്റഡ് ബ്ലൗസ്. ഈ ഒരു പാറ്റേണിലാണ് പ്രിന്റഡ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും നല്ല സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കു വിത്ത് ഒരു റസ്റ്റിക് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. അപ്പോൾ പൂഷൻ വരുമ്പോൾ ചിക്കുവിലായിരിക്കും. ലോവറിലോട്ട് വരുമ്പോൾ ഡാർക്കർ ആയിട്ട് വന്നിട്ട് ആ ഒരു റസ്റ്റിക് ടോണിലാണ് സാരി വരുന്നത്. അതേ പാറ്റേൺ തന്നെ ആപ്ലിക്കോക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഫുൾ സാരിയിൽ ഞാൻ ഒന്നുകൂടി ക്ലോസറിൽ കാണിക്കാം. സെയിം അതേ വർക്ക് തന്നെ വരുന്നത്. ഫ്ലോറൽ പാറ്റേണിലുള്ള ആപ്ലിക്കോക്ക് ആയിരിക്കും ഫുൾ ബോഡിയിൽ വരിക. ആ സ്കാലപ്പിലായിരിക്കും സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേൺ റസ്റ്റിക് ടോണിൽ പ്രിന്റഡ് ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് കളേഴ്സിലാണ് എല്ലാ സാരിയും വന്നിരിക്കുന്നത്. ഇത് വരുന്നത് ലൈറ്റ് പീച്ചാണ്. പേസ്റ്റൽ പീച്ചും ഒരു പിങ്കിഷ് പീച്ചിലോട്ട് വരും. ലോവർ ഏരിയ വരുന്നത് ഇതായിരിക്കും പാറ്റേൺ വരിക. ഫുൾ ആപ്ലിക്കോക്ക് തന്നെ കേട്ടോ. അതേ ആ ഒരു ആപ്ലിക്കോക്ക് മോട്ടീവ്സ് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട്. ലോവറിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാറ്റേണിലായിരിക്കും വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ തന്നെ. ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഓർഗൻസയിൽ ലക്നോയി ചിക്കൻകാരി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ബോർഡറും മുന്താണിയെല്ലാം നല്ല റിച്ച് ലുക്കിലുള്ള ലക്നോയി ചിക്കൻകാരി വർക്കാണ് വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ ഫ്ലോറൽ ഫ്ലവേഴ്സിന്റെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലാണ് ഡിസൈൻസ് വരുന്നത് ബോഡിയിൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ എംറാൾഡ് ഗ്രീൻ ആണ്. ഒരു ഗ്രേ ബ്ലെൻഡഡ് എംറാൾഡ് ഗ്രീൻ ആണ് സാരിയുടെ വരുന്നത്. അതിൽ ആ ലക്നോയി ചിക്കൻകാരി വർക്ക് വന്നിട്ട് നല്ലൊരു ലേസ് വർക്കിലായിരിക്കും സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ ബോഡി വരിക. ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ്. ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു ചിക്കൻകാരി വർക്ക് വന്നിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് എഡ്ജിൽ. മുന്താണി ഇതാണ്. പല്ലുവിൽ ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബ്ലൗസ് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അതേ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ആ ഒരു ലക്നോയി വർക്കിന്റെ കോമ്പിനേഷനിൽ പ്രിന്റഡ് ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് സാരി നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ഒരു യുണീക്ക് സ്റ്റൈലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരിയാണ്. ക്രഷ് ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഫുൾ ബോഡി ഹാൻഡ് വർക്കിലാണ് സാരി. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ. ഈ ഒരു ലുക്കാണ് സാരിക്ക് വരുന്നത്. നല്ലൊരു ബേർഡ് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലുമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ആയിരിക്കും. ബോർഡർ പറയുകയാണെങ്കിൽ സ്കാലപ്പ് ബോർഡർ വന്നിട്ട് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ഹാൻഡ് വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേണിൽ ബുള്ളി നോട്ട്സിന്റെ ഫ്ലോറൽ ഡിസൈൻസും അതിൽ ആ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വന്നിട്ട് കാന്ത വർക്കിലായിരിക്കും ആ ഒരു സ്റ്റെം ഫിനിഷ് ചെയ്യുന്നത്. കൂടാതെ ആ ഒരു ബേർഡ് മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും ഫുൾ സാരി വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ഗ്രീനിലായിരിക്കും ഒരു ബുള്ളി നോട്ട്സും ഫ്രഞ്ച് നോട്ട്സിലുമുള്ള ഹാൻഡ് വർക്ക് വരുന്നത്. കളർ നല്ലൊരു പിങ്ക് ആണ് സാരിയുടെ. ക്രഷ് ഓർഗൻസ് ആണ് ഫാബ്രിക് വരുന്നത്. ബേബി പിങ്കിലാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതായിരിക്കും പാറ്റേൺ വരിക. മുന്താണി ഫുൾ ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് ബ്ലൗസ്. ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ബോഡിയിൽ വരുന്ന അതേ ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക.
നെക്സ്റ്റ് സാരി നല്ലൊരു ഗ്രീനിലാണ് സാരി വന്നിരിക്കുന്നത്. ക്രഷ് ഓർഗൻസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. അതൊരു ഫെദർ ലൈറ്റ് നമുക്ക് പറയാം. അത്രയ്ക്ക് തിക്നെസ് കുറവാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരിയാണ്. ആ ഒരു ക്രഷ് ഫീലാണ് ഫുള്ള്. സാരിയുടെ ടെക്സ്ചർ ക്ലോസറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ക്രഷ് ഫീലുള്ള സാരി വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ബുള്ളി നോട്ട്സിന്റെ ഫ്ലോറൽ ഡിസൈൻസ്. പീച്ചിലാണ് ഹാൻഡ് വർക്കിൽ ബോർഡർ വരുന്നത്. ആ ഒരു ബേർഡ് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും ഫുൾ സാരി വരിക. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു പപ്പായ ഓറഞ്ചിന്റെ തന്നെ ലൈറ്റ് ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഫുൾ ബോഡി സെയിം സ്റ്റൈൽ. ഇതിൽ വരുമ്പം നല്ലൊരു ലാവൻഡർ പിങ്കിലാണ്, ബേബി പിങ്ക് ആൻഡ് ലാവൻഡർ കോമ്പിനേഷനിലായിരിക്കും ബോർഡറിൽ ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വരുന്നുണ്ട്. ഇതായിരിക്കും ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. കിങ് ഫിഷർ ബ്ലൂ ആണ് അടുത്ത കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. പൊന്മാൻ നീലയാണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും ഫുൾ ബോഡി വരിക. സോഫ്റ്റ് ക്രഷ് ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക്. മുന്താണി ഫുൾ ഹാൻഡ് വർക്ക് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീം ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈൽ ക്രഷ് ഓർഗൻസ് തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്ക് ഫുൾ സാരി വരുന്നുണ്ട്. ഇതിൽ പീച്ചിലാണ് സാരിയിൽ ആ ഒരു ബോർഡറിൽ ഹാൻഡ് വർക്ക് വരുന്നത്. പീച്ച് ടോൺ. പല്ലു വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ലാവൻഡർ ആണ് സാരിയുടെ കളർ. ഒരു വയലറ്റ് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ക്രഷ് ഓർഗൻസ് ആണ് എല്ലാ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ്, പല്ലു വിത്ത് ബ്ലൗസ്.